നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കെമിസ്ട്രിയുടെ സബ്സ്ട്രേറ്റ് കെമിസ്ട്രിക്കാർക്കുള്ള തെർമൽ ഫിസിക്സ് പേപ്പറിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിഫ്യൂഷൻ എന്ന ചാപ്റ്റർ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തിയറി ഒരു ചെറിയ ചാപ്റ്റർ ആണ്, 4 മണിക്കൂറിന്റെ പോർഷൻസ് അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2 ദിവസമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ശരിക്കും ഒരു 2 ലോസും പിന്നെ കുറച്ച് എസ്റ്റിമേറ്റിംഗ് കോൺസെൻട്രേഷൻ എസ്റ്റിമേറ്റിംഗ് ഇക്വേഷനും അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഡിഫ്യൂസിവിറ്റി എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഇക്വേഷനും അങ്ങനെ ഇത്ര മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ പ്രോബ്ലം സെക്ഷൻ കൂടി കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുന്ന ഡിഫ്യൂഷൻ എന്നൊരു പ്രോസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് കെമിസ്ട്രിക്കാർക്ക് ആവശ്യമുള്ള ഒരു പ്രോസസ് ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ലാബിലൊക്കെ നിങ്ങൾ ടൈട്രേഷൻ പ്രോസസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു ടൈട്രേഷൻ പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്യൂരിറ്റിൽ എന്ത് ചെയ്യും, ബ്യൂരിറ്റിൽ ആസിഡ് എടുക്കും, അതിനെ നമ്മൾ ഫിനോത്തിക് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ അവിടെ ആഡ് ചെയ്തിരിക്കും. അപ്പോൾ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്യൂരിറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ കോണിക്കലിലോട്ട് ഈ സൊല്യൂഷൻ തുറന്നു വിടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഡ്രോപ്പ് ആയിട്ട് വീണിട്ട് എന്ത് ചെയ്യും, ഇതവിടെ മിക്സ് ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ് ആണ് ശരിക്കും ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ ബെറ്റർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുക, അതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു സ്കെച്ച് പെൻ അങ്ങനെ എടുത്തിട്ട് അതിനകത്തൊന്ന് ഒരു ഡ്രോപ്പ് ഇങ്ക് ഒന്ന് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഈ കാണുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു ഡ്രോപ്പ് മാത്രമേ പോയിട്ട് ഈ ഒരു ഫിഗർ പോലെ നിങ്ങൾ അതിനകത്ത് കാണുന്നത്. ഇങ്ങനെ പതുക്കെ സ്പ്രെഡ് ആയി കുറച്ച് സമയം, ഒരു ടൈം കഴിയുന്ന സമയത്ത്, അവിടെ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ടൈം കഴിയുന്ന സമയത്ത് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് മിക്സ് ആയിട്ട് ആ സൊല്യൂഷൻ നമ്മളിപ്പോ തൊട്ടില്ലെങ്കിൽ പോലും, ഓക്കെ, നമ്മളിപ്പോ അതൊന്ന് സ്റ്റിർ ചെയ്തില്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ആ സൊല്യൂഷൻ ഇപ്പൊ നമ്മൾ ഏത് കളറാണോ അത് വീഴ്ത്തുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കളറായിട്ട് മാറിയിരിക്കുന്നതാണ് പറ്റും. ശരിക്കും ഈ ഒരു പ്രോസസ് ആണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലിവിങ് തിങ്സിൽ, നമ്മുടെ ലിവിങ് ബോഡീസിൽ ശരിക്കും ഇതുപോലെ കെമിക്കൽസും അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻസും ബാക്കി കാര്യങ്ങൾ ക്യാരി ചെയ്യണം. അപ്പൊ ഈ ഒരു ക്യാരിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഡിഫ്യൂഷൻ എന്ന പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും ഇതുപോലത്തെ എലമെന്റ്സും കോമ്പൗണ്ട്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ബ്ലഡിൽ ലയിപ്പിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹയർ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് മൂവ് ചെയ്യുന്നത്. അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷൻ ടു ദ ലോവർ കോൺസെൻട്രേഷനിലാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഡെഫിനിഷൻ വൈസ് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഡിഫ്യൂഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് the diffusion is a process due to which the molecules from one substance mix with those of the another when the two substances are brought in contact with each other. Okay, അപ്പോൾ നമ്മളിപ്പോ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഇരിപ്പുണ്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഇങ്കും ഈ ഒരു വാട്ടറും എടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്കും വാട്ടറും, ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റിറിങ് എന്ന പ്രോസസ് ഒന്നും അവിടെ വരുന്നില്ല. നമ്മൾ സ്റ്റിർ ചെയ്യാതെ തന്നെ ഇത് എന്ത് ചെയ്യപ്പെടും, അവിടെ മിക്സ് ആയിപ്പെടും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. നമ്മൾ സ്റ്റിർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ആവും. പക്ഷേ ഇതെന്താണ്, ഇത് അല്പം സമയം എടുത്തായിട്ടാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതൊരു സ്ലോ പ്രോസസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡിഫ്യൂഷനെ കുറിച്ച് ഇപ്പോൾ 1 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ മതി. The diffusion is the process due to which molecule of one substance mix with another when they are brought in contact with each other. Okay, പരസ്പരം കോണ്ടാക്ട് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഇവര് പരസ്പരം മിക്സ് ആയി മാറുന്നുണ്ട്. ഓക്കെ, അടുത്ത് ഇതിലൊരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കുറച്ച്. കാരണം ഇതൊരു സ്ലോ പ്രോസസ് ആണ്. നോർമലി നമുക്കിപ്പോ നമ്മൾ ശരിക്കും ഈ ഒരു ഡിഫ്യൂഷന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ സ്റ്റിറിങ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് പല പ്രാക്ടിക്കൽ ഇപ്പോ മാഗ്നറ്റിക് സ്റ്റിറർ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സ്റ്റിർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ ചെയ്തില്ല, ഫിസിക്സിലോട്ട് പോകുന്ന സമയത്ത് മാഗ്നറ്റിക് സ്റ്റിറർ ഒക്കെ യൂസ് ചെയ്ത് സ്റ്റിർ ചെയ്ത് കോൺസെൻട്രേഷൻ ഒക്കെ ഇതാക്കേണ്ട എക്സ്പീരിയൻസ് അതിനകത്ത് വരാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഈ ഡിഫ്യൂഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് അല്പം ടൈം എടുത്ത് നടക്കുന്ന പ്രോസസ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഏറ്റവും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ മതി. ഒരു ഗ്ലാസ് വാട്ടർ എടുത്തതിന് ശേഷം അതിലൊരു ഡ്രോപ്പ് ഇങ്ക് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കുക. ഓക്കെ, ചെറിയൊരു ഡ്രോപ്പ് ഇങ്ക് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളൊരു സമയം ഒന്ന് സ്റ്റോപ്പ് വാച്ച് ക്ലോക്ക് എന്തെങ്കിലും ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു സമയം എത്ര സമയം എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ആ സൊല്യൂഷൻ അതിൽ മിക്സ് ആയത് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ അതാണ് കറക്റ്റ് ഒരു ഡിഫ്യൂഷൻ പ്രോസസ്. അപ്പോൾ നമുക്ക് അതിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല ടെക്നിക്ക് യൂസ് ചെയ്യാം. മാഗ്നറ്റിക് സ്റ്റിറർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് റോഡ് വെച്ച് സ്റ്റിർ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പ്രോസസ് ഒക്കെ അവിടെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോ ഞാൻ പറഞ്ഞ ലിക്വിഡിന്റെ കേസിലാണ്. രണ്ട് ലിക്വിഡ് സബ്സ്റ്റൻസുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്ന് വാട്ടർ മറ്റൊന്ന് ഇങ്ക് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇത് മാത്രമല്ല, നിങ്ങളിപ്പോ ഒരു ബോട്ടിൽ സ്പ്രേ എടുത്തതിന് ശേഷം സ്പ്രേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ ഒന്ന് പുറത്തോട്ടൊന്ന് അടിക്കുവാണ്. ഓക്കെ, ആ സ്പ്രേ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതെന്താ ചെയ്യുന്നത്, അതിന്റെ ആ ഒരു മോളിക്യൂൾസ്, സ്പ്രേക്കകത്തുള്ള ഓരോ മോളിക്യൂൾസ് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയറിലുള്ള എയറുമായിട്ട് എന്ത് ചെയ്യും, മിക്സ് ചെയ്യപ്പെടും. അങ്ങനെയാണ് നമുക്ക് അതിന്റെ ആ ഒരു സെന്റ് നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് അവിടെ മൊത്തത്തിൽ അറിയാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ചുമരിലോ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ബോഡിയിലോ എന്തെങ്കിലും അല്ലാതെ നമ്മൾ സ്പ്രേ അടിച്ചാൽ പോലും, നമ്മളൊരു എയറിൽ ഇട്ട് അടിച്ചാൽ പോലും എന്ത് ചെയ്യും, കുറച്ച് സമയത്തേക്ക് ആ ഒരു സ്മെൽ അവിടെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് വ്യാപിച്ചു നിൽക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സ് എന്താണ്, അതെന്താണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഓൾസോ എ ഡിഫ്യൂഷൻ പ്രോസസ്. അത് ഗ്യാസസ് തമ്മിലുള്ള ഡിഫ്യൂഷൻ പ്രോസസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഇത് കറക്റ്റ് ശരിക്കും നമുക്ക് ആ സ്റ്റിറിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഡിഫ്യൂഷൻ എന്ന് പറയാൻ പറ്റും. ഡിഫ്യൂഷൻ എപ്പോഴും സ്ലോ പ്രോസസ് ആയിരിക്കണം. ഡിഫ്യൂഷന് ടൈം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അത് സ്പ്രെഡ് ആയിട്ട് ഈ ഒരു ഫിഗർ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ,
അപ്പൊ ഇതുപോലെ തന്നെ ടൈം എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, ആ ഡിഫ്യൂഷൻ പ്രോസസ്സ് എപ്പോഴും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഡിഫ്യൂഷന്റെ ഫ്ലോയുടെ ഡയറക്ഷൻ ചോദിക്കാം. അപ്പൊ അത് നമുക്ക് ആ ഒരു ഇൻ കേസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ എഴുതിയതിനു ശേഷം കുറച്ച് ഈ ഒരു കാര്യം കൂടി എഴുതാൻ ശ്രമിക്കുക. കാരണം ചില സമയത്ത് ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യന് പോലും അവര് ചെറിയൊരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് തരുള്ളൂ. ഓക്കെ, അത് ടീച്ചേഴ്സ് നോക്കുമ്പോൾ ഇരിക്കും. ചിലര് ഒറ്റ സെന്റൻസ് ഉണ്ടെങ്കിലും കംപ്ലീറ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യും. പക്ഷെ ചിലരാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടി അഡീഷണൽ പോയിന്റ്സ് അത് ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മാർക്ക് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അവർ എത്രത്തോളം മാർക്ക് ഇങ്ങനെ ഡിക്രീസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നോക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു 1-2 പോയിന്റ്സ് എടുക്കുക. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഇതൊരു സ്ലോ പ്രോസസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുപോലത്തെ ഒരു പോയിന്റ്സ് കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഇതില് സംഭവിക്കുന്നത് എന്താണ്, ഇതിപ്പോ ഒരു ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിഫ്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നമുക്കിനി ഇതിലുള്ളത് ഒരു അപ്പൊ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് പ്രോസസ് ആണ് ശരിക്കും. ഓപ്പോസിറ്റ് പ്രോസസ് എന്നല്ല, അപ്പൊ കോൺസെൻട്രേഷന്റെ ബേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേറെ പ്രോസസ് ആണ് ഓസ്മോസിസ് പ്രോസസ് എന്ന് പറയുന്നത്. അത് ശരിക്കും ലോവർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിൽ മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെയല്ല, ഇതെന്താണ്, ഇത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് എന്ത് ചെയ്യുന്നത്, ഇതവിടെ മൂവ് ചെയ്യുന്നു. അപ്പൊ ഇതില് നമുക്ക് നിങ്ങൾക്ക് സാധാരണ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഒരു ഇന്ത്യൻ എക്സാമ്പിൾ ഞാൻ ഒരു ഫിഗർ ബേസ് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പൊ ഞാൻ കാണിച്ച ഫിഗർ ബേസ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ബെറ്റർ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുന്ന, നമ്മളിപ്പോ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുവാണ്. ഓക്കെ, ഒരു കണ്ടെയ്നറിൽ CuSO4 കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ അവിടെ എടുക്കുവാണ്. അതിനുശേഷം എന്ത് ചെയ്യുവാണ്, ഇതിപ്പോ ഒരു ഗ്ലാസ് ജാറിനുള്ളിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഒരു കണ്ടെയ്നർ ഉണ്ട്. ഈ കണ്ടെയ്നറിനകത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഒരു ചെറിയൊരു ഗ്ലാസ് ജാറിൽ ഈ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ പ്ലേസ് ചെയ്യുവാണ്. ഓക്കെ, ഇതിനകത്താണ് എന്റെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇരിക്കുന്നത്. അപ്പൊ ഇതിനകത്തിരിക്കുന്ന ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഫില്ല് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ മൊത്തത്തിൽ വാട്ടർ ഫില്ല് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതില് കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ഇതെന്ത് ചെയ്യും, ഇതിനകത്ത് ഇങ്ങനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കുറച്ച് ഒരു സമയം കഴിയുമ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യും, മുകളിലോട്ട് ഇങ്ങനെ റൈസ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, സ്പ്രെഡ് ആവാൻ തുടങ്ങും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് ഇങ്ങനെ സ്പ്രെഡ് ആയി ഇത് രണ്ടും എന്ത് ചെയ്യും, അവിടെ കംപ്ലീറ്റ് അത് ഇതായിട്ടാണ് യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ടു ദ ലിക്വിഡ് ബൈ ഡിഫ്യൂഷൻ. ഓക്കെ, അവിടെ ആ ഒരു പ്രോസസ് നമ്മൾ പറയുന്നതാണ് എന്ത്, ഡിഫ്യൂഷൻ എന്ന്. ഡിഫ്യൂഷൻ പ്രോസസ് വരെ എന്ത് ചെയ്യും, ഇതിനകത്തുള്ള ഈ കംപ്ലീറ്റ് ഇപ്പൊ ഇതൊരു ലിക്വിഡ് ആണ്, നമ്മൾ വാട്ടർ ആണ് ഇരിക്കുന്നത്. പക്ഷെ ഇതിനകത്തോട് എന്ത് ചെയ്യും, ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, മിക്സ് ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ് ആണ് ശരിക്കും ഡിഫ്യൂഷൻ. ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് എക്സാമ്പിൾ എഴുതുക, ഇങ്കിന്റെ എക്സാമ്പിൾ എഴുതാം. പക്ഷെ നിങ്ങൾ കെമിസ്ട്രി ബേസ് ചെയ്തിരുന്ന സമയത്ത് ഇത് എഴുതിയ കുറച്ചുകൂടി ഒരു വാല്യുബിൾ പോയിന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ അറിയുക. ഇതില് ഈ ഡിഫ്യൂഷൻ നമുക്ക് പെട്ടെന്ന് നടത്താം. ഓക്കെ, ഡിഫ്യൂഷന്റെ പ്രോസസ് അല്ലെങ്കിൽ റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മൈഗ്രേറ്ററി മൂവ്മെന്റ് ഒന്നുകിൽ ഷേക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളിപ്പോ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിനകത്തൊക്കെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂണിഫോം കോൺസെൻട്രേഷൻ ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, ഷേക്ക് ചെയ്യും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ കോർക്ക് കടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നല്ലവണ്ണം ഷേക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സും ശരിക്കും എന്താണ്, അത് കോൺസെൻട്രേഷൻ യൂണിഫോം ആക്കാനാണ്. അപ്പൊ അത് ആ ഒരു പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു എഫർട്ട് എടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഷേക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, അതിന്റെ കോൺസെൻട്രേഷൻ യൂണിഫോം ആക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് പോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ടൊന്ന് യൂണിഫോം ആക്കി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇതെന്ന് പറയുന്നത് ഒരു 2-വേ പ്രോസസ് ആണ്. പക്ഷെ എന്താണ്, ഇറവേഴ്സിബിൾ പ്രോസസ് ആണ്. ഓക്കെ, അതൊരു കണ്ടീഷൻ ആണ് നമ്മുടെ ഈ ഒരു ഡിഫ്യൂഷന്റെ, ഇറവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. അതായത് നമുക്കിപ്പോ ഇതില് ഞാനിപ്പോ ഇവിടെ വാട്ടർ എടുത്തിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ വാട്ടറിനെയും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റിയെടുക്കാൻ പറ്റില്ല. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു പ്രോസസ് അങ്ങോട്ട് ചെയ്യുന്നു, തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ച് അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഒരു ഓയിൽ വാട്ടർ മിക്സ്ഡ് ആണെങ്കിൽ ശരിക്കും അത് ഡിഫ്യൂഷൻ നടക്കില്ല അവിടെ. ഓക്കെ, അവിടെ അതിന്റെ ഡെൻസിറ്റി വേരിയേഷൻ വെച്ചിട്ട് ഓയിൽ വാട്ടർ മിക്സ്ഡ് ആണെങ്കിൽ ഒരിക്കലും ഡിഫ്യൂഷൻ പ്രോസസ് നടക്കില്ല. നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും നമ്മളിപ്പോ വാട്ടറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ മുകളിലായിട്ട് നിൽക്കും. ഓക്കെ, കാരണം എന്താണ്, അത് ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ട്. അപ്പൊ അത് ശരിക്കും ഡിഫ്യൂഷൻ പ്രോസസ് അല്ല. അപ്പൊ ഡിഫ്യൂഷൻ പ്രോസസ് എന്ന് വെച്ചാൽ എന്തായിരിക്കണം, ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ഫിഗർ പോലെ തന്നെ എന്താ, ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ്. ഇപ്പൊ ഈ ഒരു ഇങ്ക് ഈ വാട്ടറിൽ മിക്സ് ആയിപ്പോയി, പക്ഷെ എനിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് 2-വേ പ്രോസസ് ആണ്. ബട്ട് എന്താണ്, അത് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മോളിക്യൂൾസിന്റെ അനാലിസിസ്, ഓക്കെ, കാറ്റലിസ്റ്റിക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു
ലിക്വിഡ്സ് ഉണ്ട്, അതിന്റെ മോളിക്യൂൾസിന്റെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്കോ അങ്ങനെയൊക്കെ നമുക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് കുറച്ചുകൂടി നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതില് ഈ ഒരു ഡിഫ്യൂഷന്റെ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് സ്പീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഡിഫ്യൂഷന്റെ സ്പീഡ് വരുന്നത് ഏറ്റവും സ്പീഡിൽ പോകുന്നത് ഗ്യാസസിലാണ്. ഓക്കെ, ഗ്യാസസ്, ലിക്വിഡ്, സോളിഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സ്പീഡ് പോകുന്നത്. ഓക്കെ, ഇങ്ങോട്ട് പോകുന്ന സ്പീഡ് കുറയും. അതായത് ഏറ്റവും പെട്ടെന്ന് ഡിഫ്യൂഷൻ പ്രോസസ് നടക്കുന്ന ഗ്യാസസിലാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്പ്രേയുടെ കേസ് പറഞ്ഞു. എന്ത് ചെയ്തു, നമ്മുടെ സ്പ്രേ ഒന്ന് വെറുതെ വെച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്തു, എന്ത് ചെയ്യുന്നു, അതിനകത്തുള്ള സെന്റ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, പുറത്തോട്ട് പോയിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു എയർ മോളിക്യൂൾസുമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, അത് വരുന്നുണ്ട്. അടുത്ത് ലിക്വിഡിന്റെ കേസ് നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അടുത്തിനി ഗ്രഹാംസ് ലോ പഠിക്കാനായിട്ട് നമ്മൾ സോൾട്ട് സൊല്യൂഷൻ ഒരു ഇത് പഠിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു പ്രോസസ്സിലും ശരിക്കും അതെന്താണ്, ഈ ഒരു ഗ്യാസിന്റെ അത്രയും പെട്ടെന്നല്ല, അത് ശരിക്കും നേരത്തെ നമ്മൾ ആ ഒരു ഇങ്കിന്റെ കേസ് പറഞ്ഞ പോലെ ആ ഒരു ടൈം എന്ത് ചെയ്യും, അവിടെ എടുക്കും. ചിലപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ ടൈം എടുക്കാം. നമ്മളവിടെ ഒരു മോഷൻ ഒന്നും കൊടുക്കാതെ ശരിക്കും വയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ടൈം അവിടെ നമുക്ക് എടുക്കും. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി കൂടുതലാണ്. ഇനി ഈ ഒരു സോളിഡിന്റെ കേസിൽ ശരിക്കും സംഭവിക്കും, നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയാണ് സോളിഡിൽ ശരിക്കും ഈ ഒരു പ്രോസസ് നടക്കുന്നത്. ഇപ്പൊ സോളിഡിൽ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ലെഡ് പ്ലേറ്റ് എന്ത് ചെയ്യാണ്, കുറച്ച് ഒരു ഗോൾഡ് പ്ലേറ്റുമായിട്ട് കോണ്ടാക്ട് വെക്കുവാണ്. ഓക്കെ, ലെഡ് എന്ത് ചെയ്യുന്നു, ഗോൾഡുമായിട്ട് കോണ്ടാക്ട് വെക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ച് മന്ത്, അതായത് ഒരുപാട് മാസം നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ഗോൾഡ് പ്ലേറ്റിന് എന്ത് ചെയ്യുക, ആ ലെഡ് പ്ലേറ്റിൽ പ്ലേസ് ചെയ്തിരിക്കാം, ഒരു പാർട്ടിന്. അപ്പോൾ ഒരുപാട് മാസം കഴിയുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ ലെഡ് പ്ലേറ്റ് എടുത്തിട്ട് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റഡീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഗോൾഡ് പാർട്ടിക്കിൾസ് ഈ ലെഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അത് പക്ഷെ സമയം എടുക്കും, അതായത് മന്ത് എടുക്കും, സെവറൽ മന്ത്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗോൾഡ് ലെഡിൽ എന്ത് ചെയ്യുന്നു, അവിടെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അല്ലെങ്കിൽ ഗോൾഡിന്റെ പ്രസൻസ് നമുക്ക് ഈ ലെഡിൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ് ശരിക്കും എന്താണ്, സോളിൽ നടക്കുന്നതാണ്, പക്ഷെ എന്ത് ചെയ്യും, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ടൈം എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പോൾ ഇതിന്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് നടക്കുന്ന ഗ്യാസസിൽ, കുറച്ച് ഇത് നടക്കുന്നത് ലിക്വിഡ്സിലും, ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ഇതിലാണ്, അത് വരുന്നത് നമ്മുടെ ഈ ഒരു സോൾട്ട് സബ്സ്റ്റൻസിലാണ്. ഓക്കെ, അപ്പോൾ അതവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഗ്രേറ്റർ ഇൻ ഗ്യാസസ്, സോൾട്ട്സ്, ലിക്വിഡ്സ് എന്ന് ചെയ്യാൻ പറ്റും, അത് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ ഇവിടെ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡീസിൽ നമുക്കിപ്പോ മിനറൽസ് അബ്സോർബ് ചെയ്യാനും, അതുപോലെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ലിവിങ് സെൽസിന് പല പ്രോട്ടീൻസിലും വൈറ്റമിൻസ് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബൈപ്പാസ് ചെയ്യണം. സെല്ലുലാർ ഫംഗ്ഷൻ കാരണം എന്ത് ചെയ്യാം, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു റിലീസ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ പല ലിവിങ് ഓർഗാൻസ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ബയോളജി ക്ലാസ് അല്ല, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ല. ആ ലിവിങ് ഓർഗാനിസത്തിൽ നിന്നുണ്ടാകുന്ന പല ബൈ പ്രോഡക്ട്സ്, സെല്ലുലാർ ഫ്യൂഷൻസ് വഴി അല്ലെങ്കിൽ ഫംഗ്ഷൻസ് വഴി ഉണ്ടാകുന്ന പല ബൈ പ്രോഡക്ട്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഡിഫ്യൂഷൻ എന്ന പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഡിഫ്യൂഷനും ഓസ്മോസിസും ആണ് നമ്മൾ കൂടുതലായിട്ടും ലിവിങ് തിങ്സ് യൂസ് ചെയ്യുന്ന പ്രോസസ്സുകൾ. ഓക്കെ, ഇപ്പോ നമ്മുടെ ഒരു ചെടിയോ എന്തെങ്കിലും മണ്ണിൽ നിന്നും വാട്ടർ ഒളിച്ചെടുക്കുന്ന എന്ത് യൂസ് ചെയ്യുന്നതാണ്, ഓസ്മോസിസ് പ്രോസസ് വഴിയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നതിൽ ഈ ഒരു ഡിഫ്യൂഷനെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ എന്താണ് ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഡിഫ്യൂഷന്റെ ഒരു ഡയറക്ഷൻ പറഞ്ഞു, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ ഇറ്റ് ഈസ് എ ടു വേ പ്രോസസ് ആണ്. ഓക്കെ, അതായത് എന്ത് ചെയ്യാം, ഈ ലിക്വിഡ്സ് ഇങ്ങോട്ടും സ്പ്രെഡ് ആവും, ഇതിന് എന്ത് ചെയ്യാം, അങ്ങോട്ടും സ്പ്രെഡ് ആവും. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവും. അതായത് ഇത് അങ്ങോട്ട് മാത്രമല്ല, അതിനെന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ലിക്വിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മിക്സ് ആയി വരാൻ പറ്റും. ഓക്കെ, അതായത് ഒരെണ്ണം മാത്രമല്ല എഫക്ട് എടുക്കുന്നത്, രണ്ടുപേരും എന്ത് ചെയ്യുന്നു, എഫക്ട് എടുത്താണ് അത് എന്ത് ചെയ്യുന്നത്, മിക്സ് ആയി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ടു വേ പ്രോസസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ടു വേ പ്രോസസ്. അല്ല ആദ്യം ഇത് അങ്ങോട്ട് പോകണോ, ഇതിപ്പോ കോപ്പർ സൾഫേറ്റ് ആണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ രണ്ട് ലിക്വിഡ്സ് നമുക്കിപ്പോ L1 ലിക്വിഡ് ഉണ്ട്, L2 ലിക്വിഡ് ഉണ്ട്. അപ്പൊ ഇത് എപ്പോഴും L2 ലിക്വിഡ് L1 ൽ തന്നെ മിക്സ് ആകണം എന്നൊന്നുമില്ല. ഓക്കെ, വേണമെങ്കിൽ എന്ത് ചെയ്യാം, L1 ലിക്വിഡ് ആണെങ്കിൽ ചിലപ്പോൾ L2 ലോട്ട് ആദ്യം മിക്സ് ആയി വരും. അപ്പൊ അങ്ങനെ ടു വേ പ്രോസസ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, അത് ഒരു പ്രോസസ്സ് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞതാണ് ഇതിൽ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ്. അപ്പൊ ഇറിവേഴ്സിബിൾ പ്രോസസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റില്ല. വൺസ് ഇറ്റ് മിക്സ് ആയി പോയാൽ മിക്സ് ആയതാണ്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇതിന്റെ ആ ഒരു റേറ്റ് അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ ഗ്യാസസിലാണ്. സെക്കൻഡ് കേസ് ലിക്വിഡ് ആണ്.
അടുത്ത് വരുന്നത് സോൾഡ് ആണ്. ഓക്കെ, അപ്പോൾ മൂന്നിന് മൂന്ന് എക്സാമ്പിൾസ് പഠിച്ചു. ഗ്യാസ് ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ആ ഒരു സ്പ്രേയറിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഓക്കെ, എന്ത് സ്പ്രേ ചെയ്യുന്നതാവാം. ഓക്കെ, കെമിക്കൽ സ്പ്രേ ചെയ്യുന്നതായാലും പെർഫ്യൂംസ് ആയാലും എന്ത് വേണോ ചെയ്യുന്ന അത്. ഓക്കെ, അറ്റോമൈസർ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത് വന്ന ലിക്വിഡ്സ്. ലിക്വിഡിന്റെ കേസ് ഇപ്പോൾ കോപ്പർ സൾഫേറ്റിന്റെ കേസ് പറഞ്ഞു, ഇങ്ക് സ്പ്രെഡ് ചെയ്യുന്ന കേസ് പറഞ്ഞു, ടൈട്രേഷൻ ചെയ്യുന്ന സമയത്തുള്ള കേസ് പറഞ്ഞു. ഇങ്ങനെ പല കേസ് നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്തു ലിക്വിഡിന്റെ കേസിൽ. പിന്നെ സോളിന്റെ കേസിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ലെഡ് പ്ലേറ്റും ഗോൾഡ് പ്ലേറ്റ് ഒന്നിച്ച് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഒരുപാട് മാസം കഴിയുന്ന സമയത്ത്, ടൈമാണ്, ടൈം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ലെഡിന്റെ പ്ലേറ്റ് എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഗോൾഡ് പാർട്ടിക്കിൾസ് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ് ആണ് നമുക്ക് ഈ ഡിഫ്യൂഷനിൽ ഒരു, പിന്നെ പറഞ്ഞത് നമ്മുടെ സെല്ലുലാർ ബോഡീസ്. ഓക്കെ, സെല്ലുലാർ ഫംഗ്ഷൻ, ലിവിങ് ഓർഗാനിസം സെല്ലുലാർ ഫംഗ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, അതിന്റെ ട്രാൻസ്ഫറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഡിഫ്യൂഷൻ എന്ന പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഉള്ളത്. ഇനി അടുത്ത നമുക്ക് ഇതിൽ ശരിക്കും നോക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്ന ഗ്രഹാംസ് ലോ ഓഫ് ലിക്വിഡ് ഡിഫ്യൂഷൻ ആണ്. ഓക്കെ, ഗ്രഹാംസ് ലോ ഓഫ് ലിക്വിഡ് ഡിഫ്യൂഷൻ. ഓക്കെ, ഗ്രഹാംസ് ലോ ഓഫ് ലിക്വിഡ് ഡിഫ്യൂഷൻ. അപ്പൊ ഈ ഒരു ആദ്യമായിട്ട് ശരിക്കും ഈ ഒരു ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് കൊണ്ടുവരുന്ന ഗ്രഹാമാണ് 1851 എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ചൊരു അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റഡീസ് കൊണ്ടുവരുന്നത്. അപ്പൊ അദ്ദേഹം ഈ ഒരു സോൾട്ട് സൊല്യൂഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾട്ട് സൊല്യൂഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു പ്രോസസ്സ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലപ്പോ അദ്ദേഹം ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഒരു കണ്ടെയ്നർ എടുത്തതിന് ശേഷം, ഇപ്പൊ ഇതാണ് ഒരു കണ്ടെയ്നർ. ഒരു കണ്ടെയ്നർ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ കണ്ടെയ്നറിനകത്ത് എന്ത് ചെയ്തു, ഇതിനകത്ത് ഒരു വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് പ്ലേസ് ചെയ്തിരുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ. ഇതിപ്പോ ചെറിയൊരു ഡയഗ്രം അല്ലേ, അതുകൊണ്ട് നിങ്ങൾ എക്സാമിനേഷന് ഗ്രഹാംസിൽ വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രം കൂടി വരച്ച് വെക്കുക കേട്ടോ. എക്സ്പ്ലെയിൻ സെറ്റപ്പ് എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ ഒരു ഡയഗ്രം കൂടി വരച്ച് വെക്കാം. കാരണം തീരെ ഒരു സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന പ്രോസസ് ആണ്. അപ്പൊ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഡിസ്റ്റിൽഡ് വാട്ടർ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട്. എന്നിട്ട് ഇതിന്റെ മുകളിലത്തെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് പ്ലേറ്റ് വെച്ച് കവർ ചെയ്തു. കാരണം ഇവോപ്പറേഷൻ നടക്കാതിരിക്കാനായിട്ട്. ഓക്കെ, ഇവോപ്പറേഷൻ വഴി വാട്ടർ ലോസ് ആവാതിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, അടച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, ഇതിനകത്തൊരു ചെറിയൊരു ഇതുകൂടി വെച്ചിട്ടുണ്ട്, ചെറിയൊരു കണ്ടെയ്നർ. ഇതിനകത്താണ് എന്ത് ചെയ്യുന്നത്, സോൾട്ട് സൊല്യൂഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഗ്രഹാംസിന്റെ ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ ആ ഒരു സിലിണ്ടറിക്കൽ ജാർ ഏറ്റവും താഴെ ഈ ഒരു സിലിണ്ടറിക്കൽ ജാറിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, there is contain salt solution. ഇവിടെ സാൾട്ട് സൊല്യൂഷൻ ഉണ്ട്. ആൻഡ് ഈ ഒരു വലിയ കണ്ടെയ്നർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. ഗ്ലാസ് പ്ലേറ്റ് ടോപ്പിൽ വെച്ചിട്ടുണ്ട്. കാരണം എന്തിനാണ്, നമുക്ക് അവിടെ അത് ഇവോപ്പറേഷൻ നടക്കുന്ന പോകാതിരിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു ഗ്ലാസ് പ്ലേറ്റ് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ പ്ലേസ് ചെയ്യണം. കാരണം എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു സോൾട്ട് സൊല്യൂഷൻ അവിടെ നമുക്ക് പ്ലേസ് ചെയ്യണം. ഇതിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആ ഒരു സോൾട്ട് സൊല്യൂഷൻ അതിനകത്ത് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ശരിക്കും ഈ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു മൂവ്മെന്റ് ഇല്ല, ഷേക്കിംഗ് ഒന്നും ഇല്ലാതെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയാണ് എന്ത് ചെയ്യുന്നത്, ഇതവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രഹാം ആദ്യം ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് ആദ്യം ഒരു എന്ത് ചെയ്തു, ഒരു ടൈപ്പ് ഓഫ് സോൾട്ട് നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്തു. ഈ ഒരു സി എന്ന ജാറിനകത്ത് ഒരു ടൈപ്പ് ഓഫ് സോൾട്ട് അല്ല സോൾട്ട് സൊല്യൂഷൻ ആണ്. ഓക്കെ, സോൾട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ആവത്തില്ല, ടൈം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. ഈ ഫേസ് ചേഞ്ച് ഉള്ള, അതായത് ഇപ്പോൾ ലിക്വിഡും സോൾട്ടും തമ്മിൽ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം ഫേസിലാണ് എന്ത് ചെയ്ത് പ്ലേസ് ചെയ്ത്, രണ്ടും ലിക്വിഡ് ഫേസിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യും, ഇതവിടെ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കും. പിന്നെ ഇതിൽ കുറച്ച് കണ്ടീഷൻ പറയുന്നുണ്ട്. ഇവിടെ കൺവെൻഷൻ കറൻസ് ഒന്നുമില്ല, അതായത് ഷേക്കിങ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ, കാരണം ടെമ്പറേച്ചർ വേരിയേഷൻ ഒക്കെ എന്ത് ചെയ്യാം, ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സിന് ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ ഒന്നുമില്ല, ടെമ്പറേച്ചർ എല്ലാം കോൺസ്റ്റന്റ്, ഇതെല്ലാം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടാണ് എന്ത് ചെയ്ത് ഇതെല്ലാം അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ കാരണം ഈ ഒരു സി എന്ന് പറയുന്ന സിലിണ്ടറിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സി ജാറിൽ ഇരിക്കുന്ന സൊല്യൂഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യും, നമ്മളിതിപ്പോ നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു ഡിസ്റ്റിൽഡ് വാട്ടറിലുണ്ടല്ലോ, ഇത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അവിടെ മിക്സ് ആവും. ഓക്കെ, നമ്മൾ ബി എന്നാണ് ഈ ഒരു ജാറിനെ പറയുന്നത്. ഇത് സി ആണ്, ഇത് ബി ആണ്. ഓക്കെ, എ അവിടുത്തെ ടോപ്പ് പോർഷൻ ആയിട്ടാണ് വരുന്നത്. അടുത്ത ഈ ഒരു എക്സ്പെരിമെന്റ് മാറ്റുന്ന സമയത്ത്
ഇതിനകത്ത് എന്ത് ചെയ്യും, ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്തതിനു ശേഷം അടുത്ത സൊല്യൂഷൻ അവിടെ പ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾട്ടിൽ എന്ത് ചെയ്യാറുണ്ട് ഇവിടെ ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ശരിക്കും എത്രത്തോളം ഈ സോൾട്ട് കണ്ടന്റ് ഉണ്ടെന്ന് അറിയണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫ്യൂഷന്റെ റേറ്റ് അവിടെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എത്രത്തോളം നടന്നു, കോൺസെൻട്രേഷൻ ഓഫ് ഡിഫ്യൂഷൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തത് ദാറ്റ് ഈസ് ഈ എന്ത് ചെയ്യും, ഈ ഇപ്പോൾ നമ്മൾ ആ ഒരു ബി എന്ന് പറയുന്ന ജാറിലാണ് വാട്ടർ ഇരിക്കുന്നത്, സിയിലാണ് എന്ത് സോൾട്ട് സൊല്യൂഷൻ ഇരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് പിപ്പറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് ഈ ഒരു സൊല്യൂഷൻ ഓക്കെ ഇതിനകത്ത് എന്ത് ചെയ്യും, ഔട്ട്സൈഡ് എടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ഇതിനെ ഒബ്സർവ് ചെയ്യും. ഓക്കെ, എത്രത്തോളം ഇതിനകത്ത് ബാക്കി ഉണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സോറി ബാക്കി ഉണ്ടെന്നല്ല, എത്രത്തോളം കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി വേറെ ടെക്നിക്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ഇത് അവിടെ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് എത്രത്തോളം ഈ ഒരു ഡിഫ്യൂഷൻ സംഭവിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവിടെ അറിയാൻ പറ്റുന്നത്. അത് നമുക്ക് സോൾട്ട് സൊല്യൂഷൻ ആണ്. അപ്പോൾ സോൾട്ട് സൊല്യൂഷൻ നമ്മൾ പുറത്തെടുത്തിട്ട് ഇതൊന്ന് ഹീറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് അവിടെ വന്നു എന്ന് അറിയാൻ പറ്റും. കാരണം ഇപ്പോൾ നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ്സിൽ കുറച്ച് സോൾട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കറിയുപ്പ് എന്ത് ചെയ്യുക, എടുത്ത് കലക്കിയതിന് ശേഷം ഒന്ന് ഹീറ്റ് ചെയ്യിപ്പിച്ച് നോക്കുക. എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പാത്രത്തിലോ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഹീറ്റ് ചെയ്യിപ്പിച്ച് നോക്കുക. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും കുറച്ചും എന്ത് ചെയ്യും, നമ്മുടെ വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ആ സോൾട്ട് അവിടെ എന്ത് ചെയ്യും, ആ പാത്രത്തിൽ അവിടെ ഇരിക്കും. ഓക്കെ, നമ്മൾ ഏത് സോൾട്ട് സൊല്യൂഷൻ ആയാലും. അപ്പോൾ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എത്രത്തോളം സോൾട്ട് സൊല്യൂഷൻ ഇത് മിക്സ് ആയി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, അത് ഇവിടെ നിന്ന് പിപ്പറ്റ് ഔട്ട് ചെയ്യും. കുറച്ച് ഇപ്പോൾ ഇത് ഇങ്ങനെ ഡിഫ്യൂഷൻ ചെയ്തതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡിഫ്യൂഷൻ പ്രോസസ് ആണ്, കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഒരു പിപ്പറ്റ് യൂസ് ചെയ്ത് കുറച്ച് ഏതെങ്കിലും ഒരു പോർഷൻ കുറച്ച് പിപ്പറ്റ് ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ഏതെങ്കിലും ഒരു പാത്രത്തിലോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലാബിലാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് തന്നെ യൂസ് ചെയ്യാമല്ലോ ഹീറ്റ് ചെയ്യാനായിട്ട്. അത് ഹീറ്റ് ചെയ്യുക. ഓക്കെ, ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ബീക്കറിലെടുത്ത് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിന്റെ ബോട്ടത്തിൽ ഈ ഒരു സോൾട്ട് അവിടെ ശരിക്കും ഇരിക്കും. ഓക്കെ, അതിന് അവസാനം എടുത്ത് എന്ത് ചെയ്യും, വെയിങ് മെഷീനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം സോൾട്ടാണ് അവിടെ ഡിഫ്യൂഷൻ പ്രോസസ് നടത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴത്തെ ടെക്നിക്കാണ് പറഞ്ഞത്. ഗ്രഹാം അത് എന്താണ് ചെയ്തത് എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് ഡിഫൈൻ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഇതിന്റെ കോൺസെൻട്രേഷൻ അല്ല, എത്രത്തോളം സോൾട്ട് അവിടെ ഡിസോൾവ് ആയതൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ലെവലിൽ. അന്നത്തെ കേസിൽ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അവിടെ കോൺസെൻട്രേഷൻ ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഗ്രഹാം ഇനി ചെയ്തതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു സോൾട്ടിന്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾട്ട് എടുത്തു. ഓക്കെ, ഡിഫറെന്റ് സോൾട്ട് എടുത്തു വിത്ത് ഡിഫറെന്റ് സൊല്യൂഷൻ ആൻഡ് ഡിഫറെന്റ് ടെമ്പറേച്ചർ. ഓക്കെ, ആദ്യം ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചു, അതിനുശേഷം വേറെ ലിക്വിഡ്സ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പല കേസിൽ പല ലിക്വിഡ്സോ പല സോൾട്ടും പല ടെമ്പറേച്ചർ വേരിയേഷൻസ് യൂസ് ചെയ്ത് ഈ ഒരു എക്സ്പെരിമെന്റ് അവിടെ കണ്ടുപിടിച്ചു. ഈ ഒരു എക്സ്പെരിമെന്റ് അവിടെ കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് റിസൾട്ട്സ് കിട്ടി. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്തു, കുറച്ച് റിസൾട്ട് കിട്ടി. അപ്പോൾ ആ റിസൾട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 റിസൾട്ട് ആണ്, നമുക്ക് അനാലിസിസ് ആണ് എന്ത് ചെയ്തത് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ, ഡിഫ്യൂഷന്റെ റേറ്റ് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ സൊല്യൂട്ട്. ഓക്കെ, സൊല്യൂട്ടിന്റെ നാച്ചറിനെ എന്ത് ചെയ്യുന്നു, അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സൊല്യൂട്ടിന്റെ സൊല്യൂട്ട് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, റേറ്റ് മാറും. ഇപ്പോൾ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടറിൽ വെച്ചപ്പോൾ ഉള്ള സൊല്യൂട്ട് ഒരു റേറ്റ് ആവണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ കെറോസിൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിക്വിഡ് അവിടെ പ്ലേസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമുക്കിപ്പോൾ നോർമൽ വാട്ടർ യൂസ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആവുന്ന സമയത്ത് അയോൺസ് കുറവായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ നോർമൽ വാട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, അവിടെ ആ റേറ്റിൽ അവിടെ വേരിയേഷൻ വരാം. ഓക്കെ, അതാണ് ദ റേറ്റ് ഓഫ് diffusion depend on the nature of the solute and when concentration and temperature kept constant. അപ്പോൾ ആ ഒരു സമയത്ത് സൊല്യൂട്ട് ആദ്യം കണ്ടക്ട് ചെയ്തപ്പോൾ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ടെമ്പറേച്ചറും എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടെമ്പറേച്ചറും കോൺസെൻട്രേഷനും കോൺസ്റ്റന്റ് ആക്കി വെച്ചതിന് ശേഷം എന്ത് പറഞ്ഞത്, ഈ റേറ്റ് ഓഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫ്യൂഷന്റെ റേറ്റ് എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ എന്ത് ചെയ്യുന്നു, നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടെ ആണെങ്കിൽ അവിടെ എന്താണ്, ടെമ്പറേച്ചറും കോൺസെൻട്രേഷനും എന്തായിരുന്നു, വിച്ച് ആർ കെപ്റ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് രണ്ടും കോൺസ്റ്റന്റ് ആക്കി പ്ലേസ് ചെയ്തിരുന്നു. ഇതാണ് ഒന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് that is the rate of diffusion. Okay, rate of diffusion which is directly proportional to the concentration of the dissolved substance. Okay, അപ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണ് അവിടെ ഡിസോൾവ് ചെയ്യുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളവിടെ സോൾട്ട് സൊല്യൂഷൻ പ്ലേസ് ചെയ്തു. ഓക്കെ, അതാണ് അവിടെ ഡിസോൾവ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ്. അവിടെ ഡിസോൾവ് ചെയ്ത സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റന്റ് പറയാൻ കാരണം ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇവിടെ ഡിഫ്യൂഷൻ നടക്കും. ഓക്കെ, നമുക്ക് ശരിക്കും ടെമ്പറേച്ചർ നമ്മൾ ഒരു കാറ്റലിസ്റ്റ് പോലെ എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ നമുക്ക് ആക്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഒന്ന് സ്പീഡ് അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടെമ്പറേച്ചർ ഒരു ട്രിഗറിങ് കൊടുക്കാനായിട്ട് ടെമ്പറേച്ചർ യൂസ് ചെയ്യാം. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഒരു ഇക്വേഷൻ ഒക്കെ ഫോം ചെയ്യണമെങ്കിൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് നമുക്ക് അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നോർമലി എത്ര സമയം എടുത്താണ് ഓരോന്ന് പോകുന്നത്, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂട്ടും സോൾവെന്റ് ഒക്കെ ആണെങ്കിൽ, സൊല്യൂട്ടും സൊല്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ശരിക്കും ടെമ്പറേച്ചറിനെ കൂട്ടി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം കൂട്ടി കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ പെട്ടെന്ന് നടക്കും. ഓക്കെ, ഡിഫ്യൂഷൻ പ്രോസസ് നടക്കും. അങ്ങനെ സ്റ്റിറിംഗ് ചെയ്താലും പെട്ടെന്ന് ഡിഫ്യൂഷൻ പ്രോസസ് അവിടെ നടക്കും. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ മെക്കാനിക്കൽ ട്രിഗറിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ വേരിയേഷനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ അപ്ലൈ ചെയ്യുന്നില്ല. നോർമലി ഒരു സ്റ്റേബിൾ പൊസിഷനിൽ വെക്കുന്നുണ്ട് വിത്ത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് കോൺസ്റ്റന്റ് കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് ദ റേറ്റ് ഓഫ് diffusion which is directly proportional to the concentration of the dissolved substance at a constant temperature. Okay, ഇനി മൂന്നാമത്തെ കേസാണ് ഞാൻ പറഞ്ഞല്ലോ, ഗ്രഹാം ഒരു എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ലാസ്റ്റ് ഈ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ ചെയ്തു ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ഓക്കെ, കാരണം ടെമ്പറേച്ചറിൽ വേരിയേഷൻ അറിയാനായിട്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടെമ്പറേച്ചർ വേരിയേഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ അവിടെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വിച്ച് വിൽ ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യാം? റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ അവിടെ എന്ത് ചെയ്യും? ഇൻക്രീസ്, വിച്ച് വിൽ ബി ഇൻക്രീസിങ്. നെക്സ്റ്റ് ഫോർത്ത് വൺ, the rate of diffusion is greater for crystalloids and which will be lesser for colloids. Okay, അതായത് ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു സോൾട്ടിന്റെയോ ഷുഗർ സൊല്യൂഷൻ്റെ ഒക്കെ ആക്റ്റീവ് സൊല്യൂഷൻ വാട്ടറിൽ മിക്സ് ചെയ്യുന്ന സൊല്യൂഷൻ നമ്മൾ എന്താണ് ക്രിസ്റ്റലോയിഡ്സ്, അതായത് നമ്മുടെ സാധാരണ ക്രിസ്റ്റൽസിന് നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്കറിയാലോ സോൾട്ട് നമ്മൾ ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ക്രിസ്റ്റൽസ് നമ്മൾ മിക്സപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റൽസിന് ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് പൊടിച്ച് മിക്സ് ചെയ്തു. ഓക്കെ, നമ്മൾ സാധാരണ സോൾട്ട് എടുത്ത് വെള്ളത്തിൽ കലക്കുന്ന ആ ഒരു പ്രോസസ് വെച്ചാണ്. അപ്പൊ ആ ഒരു സൊല്യൂഷനെ നമ്മൾ എന്ത് പറയുന്നത്? ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയും. ഓക്കെ, CROSTALLOIDS, ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയും. അതായത് അക്യൂസ് സൊല്യൂഷൻ ഓഫ് ആസിഡ്, ബേസസ്, സോൾട്ട്, ഷുഗർ. ഓക്കെ, ഇതിനൊക്കെ നമ്മൾ ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുന്നത്. വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സൊല്യൂഷൻസ്, ക്രിസ്റ്റൽസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന സൊല്യൂഷനാണ് ക്രിസ്റ്റലോയിഡ്സ്. അപ്പോൾ അതിന്റെ ഡിഫ്യൂഷൻ റേറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും ദാൻ ദ കൊളോയിഡ്സ്. ഓക്കെ, കൊളോയിഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നോർമലി സാധാരണ രീതിയിൽ ഇപ്പോൾ ഒന്ന് കൂടുതൽ സബ്സ്റ്റൻസ് മിക്സ് ആയി വരുന്ന സൊല്യൂഷൻസ് കൊളോയിഡ് സൊല്യൂഷൻ എന്ന് പറയും. ജലാറ്റിൻ ഇതൊക്കെ എന്താണ്? ജലാറ്റിൻ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത കണ്ടില്ല, അത് ജലാറ്റിൻസ് ഒക്കെ എന്താണ്? ജലാറ്റിൻസ് എന്ന് പറയുന്നത് അതൊക്കെ ഒരു കൊളോയിഡൽ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ്, ഇവിടെ നമുക്ക് എല്ലാം റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. റേറ്റ് ഓഫ് diffusion which is greater for the crystalloid than the colloids. Okay, colloids കാട്ടി crystalloids എന്തായിരിക്കും? റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടുതലായിരിക്കും. ഓക്കെ, then fifth point എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ആൾട്ടർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ എ മിക്സ്ചർ. അതായത് ഈ ഡിഫ്യൂഷന്റെ റേറ്റ് ഇതൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേരിയേഷൻ കൊണ്ടുവരാൻ പറ്റും. കോൺസെൻട്രേഷൻ കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ അതുപോലെ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ വേരിയേഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 പോയിന്റ്സ് നമുക്ക് വന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ depends on the nature of the solute when the concentration and temperature are kept constant. Okay, solute depend ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചറും കോൺസെൻട്രേഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി പ്ലേസ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. മൂന്നാമത്തെ പോയിന്റ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ത് ചെയ്യാം? അവിടെ ഇൻക്രീസ് ചെയ്യാം. The rate of diffusion is greater for the crystalloid and which will be than the colloidal. Okay, colloidal കാട്ടിയും ക്രിസ്റ്റലോയിഡ്സിനായിരിക്കും എന്ത് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടുതലായിരിക്കുന്നത്. ഡിഫ്യൂഷൻ alter the properties of substance present in mixtures. Okay, ഇത്രയാണ് നമുക്ക് 5 പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രഹാംസ് ലോയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഈ ഗ്രഹാംസ് ലോ ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സ് ലോ ഉണ്ട്. ഓക്കെ, ഫിക്സ് ലോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ഗ്രഹാംസ് ലോയുടെ ഒരു ഇക്വേഷൻ ഫോം, ഇക്വേഷൻ ഒന്നും നമ്മുടെ ഈ ഒരു ഗ്രഹാംസ് ലോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കറക്റ്റ് ഒരു ഇക്വേഷൻ വൈസ് നമുക്കൊരു കിട്ടുന്നില്ല. അപ്പോൾ ഈ ഗ്രഹാം ഇക്വേഷൻ എക്സ്പെരിമെന്റ് വൈസ് പ്രൂവ് ചെയ്തതിനെ ശരിക്കും എന്ത് ചെയ്യും? ഒരു ഇക്വേഷൻ വൈസ് ആക്കി മാറ്റുന്നത് ഈ ഒരു എക്സ്പ്രഷൻ, ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊണ്ടുവരുന്നത് എന്താണ്? അത് ഫിക്സ് ലോയിലാണ്. ഓക്കെ,
അപ്പോൾ ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കും ഈ ഫിക്സ് ലോ എന്താണെന്നൊക്കെ മാത്രമേ ചോദിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞാൽ മതി എന്താണ് ദ എക്സ്പെരിമെന്റ് ഓഫ് ദ ഡിഫ്യൂഷൻ വാസ് ഗിവൻ ബൈ ഗ്രഹാം വേറാസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പ്രോസസ്ഡ് ബൈ ഫിക്സ് ലോ. ഓക്കെ, എന്നിട്ട് ആ ലോ എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഈ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. അതിൽ തന്നെ ആ ഒരു ലോയുടെ ബേസിൽ ചെറിയൊരു കണ്ടീഷൻ, ഇക്വേഷൻ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു കണ്ടീഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ആകുന്ന സമയത്ത് ഈ ഗ്രഹാംസ് ലോ അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് നോക്കാം എന്താണ് ആ ഒരു ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇത്രയും ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് കിട്ടിയ കൺക്ലൂഷൻസ് ആണ് കേട്ടോ. ഇത് ലോസ് അല്ല, ഇത് കൺക്ലൂഷൻസ് ആണ്. ഈ 5 എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ഓഫ് നമ്മളിപ്പോൾ ലാബിലൊക്കെ ചെയ്യില്ലേ, റിസൾട്ട് നമ്മുടെ ചെയ്ത എക്സ്പെരിമെന്റ് റിസൾട്ട് എന്താണ് നമുക്ക് അവിടെ കിട്ടിയത്, ഒബ്സർവ് ചെയ്ത വാല്യൂസ് എന്താണ്. അപ്പൊ അതുപോലത്തെ ഒരു റിസൾട്ട് ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് ഈ 5 എന്ന് പറയുന്നത്. ഇത് ശരിക്കും ലോസ് അല്ല. ഓക്കെ, ലോ എന്ന് പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഈ ഒരു ഗ്രഹാം ലോ എന്ന് പറയുന്നത്. ഓക്കെ, ലോസ്. ഇതില് the law states that the given pressure, the rate of diffusion of a gas is inversely proportional square root of the density. Okay, അതായത് ഇവിടെ ഡിഫ്യൂഷന്റെ റേറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഒരു നോർമൽ പ്രഷർ ഇരിക്കുന്ന സമയത്ത് ഡിഫ്യൂഷന്റെ റേറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻവേഴ്സ് ഓഫ് എ ഗ്യാസ്. ഓക്കെ, ഗ്യാസിന്റെ കേസ് ആണ് പറയുന്നത്. വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് ഇറ്റ് ഡെൻസിറ്റി. അതായത് നമ്മളിപ്പോ ഒരു ഡിഫ്യൂഷന്റെ റേറ്റ് ആർ എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ആർ എന്ന് പറയുന്ന ദാറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, rate of diffusion R, which will be equal to 1 by, equal to അല്ല, proportionality ആണ്. Okay, is proportional to 1 by root of P. P അല്ല rho. Okay, clear ചെയ്തിരിക്കണം. That is R directly proportional to 1 by root of rho. Rho എന്താണ്? Where rho is the density of the gas. Okay, R എന്ന് പറയുന്നത് ഡിഫ്യൂഷന്റെ റേറ്റ് which is directly proportional, inversely proportional to the density of the gas എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിലൊരു കേസ് പറയുന്നുണ്ട് പ്രഷർ ഷുഡ് ബി കെപ്റ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, പ്രഷർ എന്തായിരിക്കണം? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ആ ഒരു കേസിൽ ആ ഗ്യാസിന്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡെൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ പറ്റും. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്, ഗ്രഹാംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. ഇനി ഇതിൽ നമുക്കൊരു കാര്യം, നമുക്കിപ്പോ രണ്ട് ഗ്യാസസ് ഉണ്ടെങ്കിൽ ഡിഫ്യൂഷൻ പ്രോസസ്, ഇപ്പൊ ഒരു ഗ്യാസ് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യില്ല, ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ നമുക്കിപ്പോ ഒരു ഗ്യാസിന്റെ റേറ്റിനെ ഞാൻ R1 എന്ന്, ഇപ്പൊ രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ രണ്ട് ഗ്യാസ് ഇവിടെ ഇരിപ്പുണ്ട്, ഒരു ഗ്യാസ് അടുത്തൊരു ഗ്യാസ്. അപ്പോൾ ഇവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്യൂഷൻ പ്രോസസ്സ് നടത്തേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഞാൻ ഒന്ന് R1 എന്ന് കൊടുക്കുന്നു, അടുത്തതിന് ഞാൻ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ദാറ്റ് വിൽ ബി R2. ഓക്കെ, അപ്പോൾ ഒന്നാമത്തതിന്റെ റേറ്റ് R1, സെക്കൻഡ് റേറ്റ് R2 ആണ്. The rate of diffusion of gases density, ഇവിടെ density that will be rho1 and rho2. Okay, rho and rho2. അപ്പോൾ ഇവിടെ ഞാൻ ഒരു റേഷ്യോ എടുക്കുവാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കുന്നു. അപ്പോൾ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ റേഷ്യോസ് ഡിറ്റർമിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ റേഷ്യോ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് R1 by R2. ഓക്കെ, R1 by R2 എന്ത് കിട്ടും, ഇവിടെ R1 എന്ന് പറയുന്നത് 1 by root of rho1 ആയിരിക്കും, ഡിവൈഡഡ് ബൈ 1 by root of rho2 ആയിരിക്കും. അപ്പോൾ ഇൻവേഴ്സ് ആണ്, 1 by ആണ്, എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് റൂട്ട് ഓഫ് rho2 by റൂട്ട് ഓഫ് rho1 കിട്ടാം. മനസ്സിലായോ? റൂട്ട് ഓഫ് rho2 by റൂട്ട് ഓഫ് rho1 കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, ഓൾ റൂട്ട് ആയിട്ട് എഴുതാലോ, ദാറ്റ് ഈസ് rho2 by rho1. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതെന്താണ് വന്നത്, കറക്റ്റ് ആണല്ലോ എഴുതിയിരിക്കുന്നത്. ഓക്കെ, rho2 by rho1 നേടാം. അതായത് ഇവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത്, ഈ ഒരു കേസിൽ നമ്മൾ റേഷ്യോസ് എടുത്തതേ ഉള്ളൂ. R1 റേറ്റ് ഓഫ് ഫസ്റ്റ് ഗ്യാസ് ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് സെക്കൻഡ് വൺ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് rho2 by rho1 നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഈ റോയെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് എടുക്കാമല്ലോ, മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ ഈ രണ്ടിന്റെ വോളിയം നമ്മൾ സെയിം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് പറഞ്ഞു, ആ ഒരു സമയത്ത് അവിടെ എന്തായിരിക്കും, വോളിയം നമുക്ക് അവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വോളിയം രണ്ടിലും എന്താണ്, വോളിയം രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തിന്റെ മാസ് m1 എന്നും അടുത്ത രണ്ടാമത് ഇതിപ്പോ rho1 ഇത് rho2 which is equal to m2 by v. ഓക്കെ, വോളിയം രണ്ടും സെയിം ആണ്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇതിന്റെ we can convert to molecular weight of gas ലോട്ട് കൺവേർട്ട് ചെയ്യാം, which will be root of m2 by m1. ഓക്കെ, m2 by m1 എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും.
That is, the molecular weight of the gas is equal to twice its vapor density. Hence, the rate of diffusion of gas is inversely proportional to the molecular weight. Okay. മോളിക്കുലർ വെയിറ്റിന് എന്തായിരിക്കും ഇൻവേഴ്സ്. നമുക്ക് ഈ ഡെൻസിറ്റിയുടെ കേസിന് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഡെൻസിറ്റി കേസിന് കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ്. ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പോൾ ഗ്രഹാംസ് ലോയുടെ ബേസിൽ കറക്റ്റ് ഒരു ഡെഫിനിഷൻ വൈസ് ഒരു കറക്റ്റ് ഒരു ഇക്വേഷൻ, ദറ്റ് ഈസ് നമ്മൾ പറയുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ടി എന്ന് പറയുന്ന പോലെ ഡിക്യൂസ്, അങ്ങനത്തെ ഒരു ഇക്വേഷൻ നമുക്ക് ശരിക്കും ഇവിടെ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് ശരിക്കും കുറച്ച് കണ്ടീഷൻസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇക്വേഷൻ ഇനി അടുത്ത് വേണമെങ്കിൽ ഫിക്സ് ലോയോട് പോകുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ ഇവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നമുക്കിപ്പോ ഒന്ന് നമ്മൾ റേറ്റ് പറഞ്ഞു, രണ്ടിന്റെ റേറ്റ് പറഞ്ഞു, അടുത്ത് അതിന്റെ റേഷ്യോസ് എടുത്തു, അത് നമുക്ക് ഡെൻസിറ്റിയുടെ റൂട്ട് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ മോളിക്കുലർ വെയിറ്റിന്റെ കേസ് ഇവിടെ പറയുകയാണ്. ഇനി ഒരു ഇക്വേഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഗ്യാസ് വിച്ച് വിൽ ബി ഈക്വൽ ടു വോളിയം ഓഫ് ദ ഗ്യാസ് ഡിഫ്യൂസ്ഡ് ബൈ ടൈം ഇൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കേസ് തന്നെ വേറെ ഡെഫിനിഷനിൽ കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് റേറ്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു വോളിയം ഓഫ് ദ gas diffused. Okay, volume of the gas diffused divided by time in second. അപ്പോൾ ഇവിടുത്തെ ഒരു നേരത്തെ പറഞ്ഞ കേസാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, ഇതിപ്പോ V1 ഓളിൽ തിരിക്കുവാണെങ്കിലും ഇത് V2 ഓളിൽ തിരിക്കുവാണ്. അപ്പൊ ഇവര് ഡിഫ്യൂഷൻ നടന്നു വെച്ചാൽ ഇപ്പൊ ഇതിൽ നടക്കുന്ന ഈ ഒരു കളർ നോക്കുക, ഇത് ശരിക്കും ഈ ഒരു ഏരിയയിൽ മാത്രമേ ഡിഫ്യൂഷൻ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഡിഫ്യൂഷൻ നടക്കുന്ന റേറ്റും അല്ലെങ്കിൽ വോളിയം V1 V ആയിരിക്കും, ഇവിടുത്തെ ഇതിന്റെ എന്തായിരിക്കും V ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടുത്തെ ഒന്നാമത്തെ ഗ്യാസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവിടുത്തെ ഒന്നാമത്തെ ഗ്യാസ് ഒരു 10 യൂണിറ്റ് എന്ത് ചെയ്തു, ഡിഫ്യൂഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒരു 10 യൂണിറ്റ് വരും, എന്നാലും ഡിഫ്യൂഷൻ നടന്നെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, ഡിഫ്യൂഷൻ നടന്നില്ല. ഓക്കെ, അത് ഇവിടെ നിന്ന് ഒരു 9ഉം ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, 10 വരാൻ പറ്റില്ല. കാരണം വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ചാവണം. ഓക്കെ, മിക്സ് ആവണം, എന്നാലേ ആ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കുകയുള്ളൂ. അപ്പൊ ആ ഡിഫ്യൂഷന്റെ ടൈമിൽ ഉണ്ടാകുന്ന വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ട് കേസിലും, അതായത് ഇപ്പോൾ R1 എടുത്താലും വിച്ച് വിൽ ബി ഈക്വൽ ടു V by T ആയിരിക്കും, R2 എടുത്താൽ എന്തായിരിക്കും, അതവിടെ V by T ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എത്ര വോളിയം ഉള്ള രണ്ട് ഗ്യാസസ് ആയിരുന്നാലും അവർ ഡിഫ്യൂഷൻ നടന്നു എന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ടും ഡിഫ്യൂഷൻ നടന്ന വോളിയം രണ്ടിന്റെ എന്തായിരിക്കും അവിടെ സിമിലർ ആയിരിക്കും. അപ്പൊ ആ ഒരു കേസ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ എന്ത് എഴുതി, M2 by M1 എന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു. കാരണം അവിടെ നമുക്ക് V വരും, V നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം രണ്ടും V ആണ്. ഓക്കെ, അല്ല V1 V2 എന്ന കേസ് വരത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ അറിഞ്ഞിരിക്കാം. അപ്പൊ ഇതുവരെയാണ് ഗ്രഹാംസ് ലോ ഉള്ളത്. അപ്പൊ ഗ്രഹാംസ് ലോയിൽ ലോ എന്ന് പറയുന്നത്, ദ ലോ സ്റ്റേറ്റ് at a given pressure the rate of diffusion of a gas is inversely proportional to the square root of its density. Okay, ഡെൻസിറ്റിയുടെ സ്ക്വയർ റൂട്ട് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അതാണ് ഗ്രഹാംസ് ലോയിൽ പറയുന്നത്. ഇനി ഇതിന്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ കൊണ്ടുവരുന്നതാണ് ഫിക്സ്ഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒന്നാമത്തെ ടോപ്പിക്, ഡിഫ്യൂഷൻ ചാപ്റ്റർ ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുണ്ട് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഇൻ ലിക്വിഡ്സ്. ഓക്കെ, അടുത്ത് വരുന്നത് ഫിക്സ്ഡ് ലോ ആണ്. നമുക്ക് ഫിക്സ്ഡ് ലോ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഫിക്സ്ഡ് ലോ. ഓക്കെ, ഫിക്സ്ഡ് ലോ ആണിത്. ഇപ്പോൾ ഗ്രഹാം പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു ഡിഫ്യൂഷനെ കുറിച്ച്, ഒരു ആക്യുവസ് സൊല്യൂഷനിലെ ഡിഫ്യൂഷനെ കുറിച്ച് എന്ത് ചെയ്തു, ഗ്രഹാം ഒരു ഐഡിയ കൊണ്ടുവന്നു. ആൻഡ് വിച്ച് വിൽ ബി ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ സോൾട്ട്. ഓക്കെ, ഏത് ടൈപ്പ് സോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇൻക്രീസ് വിത്ത് ഗ്രേറ്റർ സ്ട്രെങ്ത് ആൻഡ് ഓൾസോ വിത്ത് ടെമ്പറേച്ചർ. ഓക്കെ, റേറ്റ് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്, കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, അതിന്റെ റേറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതാണ്. അപ്പൊ ഇതിന്റെ ഒരു മാത്തമെറ്റിക്കൽ ഫോം, ഓക്കെ, മാത്തമെറ്റിക്കൽ ഫോം കൊണ്ടുവന്നത് ഈ ഒരു ഫിക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ അതില് ഈ ഒരു ഹീറ്റ് കണ്ടക്ഷന്റെ ബേസിസിൽ, അത് നമുക്ക് ഹീറ്റ് കണ്ടക്ഷൻ അനലോഗസ് ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു ഇക്വേഷൻ ശരിക്കും വരുന്നത്. നമുക്ക് ലാസ്റ്റ് ഇത് പഠിക്കാനുണ്ട്, അനലോഗ് ബിറ്റ്വീൻ ലിക്വിഡ് ഡിഫ്യൂഷൻ ആൻഡ് ഹീറ്റ് കണ്ടക്ഷൻ. അപ്പോൾ ഹീറ്റ് കണ്ടക്ഷന്റെ ആ ഒരു പ്രോസസ് പോലെ ശരിക്കും ഹീറ്റ് കണ്ടക്ഷൻ നടക്കുന്ന സമയത്തും ഈ ഒരു ഡിഫ്യൂഷൻ എഫക്റ്റ് ആണ് ഇവിടെ വരുന്നത്, കണ്ടക്ഷൻ നടക്കുന്ന സമയത്തും. ഓക്കെ, അപ്പൊ ആ ഒരു അനലോഗസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ആ ഒരു കൺസിഡറേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ ഒരു ഡിഫ്യൂഷന്റെ കേസ് കൊണ്ടുവരുന്നത്. ഹി കൺസിഡർ അനലോഗി ഓഫ് ബിറ്റ്വീൻ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ സൊല്യൂട്ട് ആൻഡ് ഫ്ലോ ഓഫ് ഹീറ്റ് ഇൻ സോളിഡ്. ഒരു സോളിഡ് സബ്സ്റ്റൻസിൽ എങ്ങനെ ഹീറ്റ് ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടോ അതേപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് അവിടെ നടക്കുന്നത് പറഞ്ഞു. അപ്പൊ അതിനായിട്ട് ഇവിടെ കൺസിഡർ ചെയ്തത്, ദാറ്റ് ഈസ് കൺസിഡർ സ്ലാബ് ഓഫ് സൊല്യൂഷൻ ഏരിയ. നമുക്ക് ഒരു സൊല്യൂഷൻ, ഒരു ബീക്കറിനകത്ത് ഒരു സൊല്യൂഷൻ ഇരിപ്പുണ്ട്, അതിനകത്ത് ഞാനൊരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ഒരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ അതിനകത്ത് ഇങ്ങനെ കൺസിഡർ ചെയ്തു. റെക്ടാംഗിൾ അല്ല, ഒരു കറക്റ്റ് പറഞ്ഞാൽ ഒരു ക്യൂബിക്കൽ ക്രോസ് സെക്ഷൻ. ഓക്കെ, ക്യൂബിക്കൽ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതിന്റെ ഒരു സ്ലാബിന്റെ തിക്നെസ് എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ തിക്നെസ് വിൽ ബി എക്സ്, തിക്നെസ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ ലോവർ ഫേസ് ബി C1, ലോവർ ഫേസിലെ കോൺസെൻട്രേഷൻ C1 എന്നും അപ്പർ ഫേസിലെ കോൺസെൻട്രേഷൻ ഞാൻ C2 എന്ന് എന്ത് ചെയ്തു, അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എങ്ങനെ എടുക്കാൻ പറ്റും,
കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിവിടെ ഡിഫറൻസ് ഡിവൈഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എഴുതാം കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം സാധാരണ നമ്മൾ C2 മൈനസ് C1 എന്നൊക്കെ ആയിരിക്കും എഴുതുന്നത്. ഓക്കെ, C2 മൈനസ് C1 ലാർജർ വാല്യൂ മൈനസ് സ്മോളർ വാല്യൂ. ഇവിടെ എഴുതുമ്പോൾ തിരിച്ച് തന്നെ എഴുതണം, C1 മൈനസ് C2 തന്നെ എഴുതണം. ഓക്കെ, C1 മൈനസ് C2 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, എക്സ് എന്ന് കിട്ടും. എക്സ് അവിടുത്തെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ് തീരെയും കുറവായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു സ്ലാബ് കൺസിഡർ ചെയ്യുക മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയൊരു സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സ്ലാബ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ചെറിയൊരു ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്, നമുക്ക് ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനായിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തുള്ള ഈ ഒരു എക്സ് എന്നുള്ള വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് തീരെയും ചെറിയൊരു വാല്യൂ ആണ്. ചെറിയ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും, എക്സ് വാല്യൂ ആണെങ്കിൽ ചെറിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ഡി എക്സ് എന്നായിരിക്കും എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഈ കോൺസെൻട്രേഷന്റെ ഡിഫറൻസിനെ C1 മൈനസ് C2 ഞാൻ DC എന്നും. ഓക്കെ, അതുപോലെ ഡെൽറ്റ സി എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ C1 മൈനസ് C2 എന്നാണ് മീനിങ്, അല്ലെങ്കിൽ DC എന്ന് എഴുതി കഴിഞ്ഞാലും എന്താണ്, അത് C1 മൈനസ് C2 എന്നാണ് മീനിങ്. ഓക്കെ, ഡെൽ സി എന്ന് പറഞ്ഞാൽ ഇതാണ് മീനിങ്. വേറെ കണ്ടീഷൻസ് ഉണ്ട് ഇതിനകത്ത്. നോർമലി നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു വാല്യൂ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് അവിടുത്തെ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ C1 മൈനസ് C2 ബൈ എക്സ് എന്ന് കൊടുത്തു. C1 മൈനസ് C2 ബൈ DC എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ഇവിടെ എനിക്ക് എക്സിന്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, തീരെയും ചെറിയൊരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, തീരെയും ചെറിയ വാല്യൂ ആണ്, ഞാൻ അവിടെ എന്ത് ചെയ്യണം, അതിനെ DX എന്നാണ് എന്ത് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഒരു മൈനസ് വാല്യൂ കൂടി വരും, ദാറ്റ് ഈസ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് എന്ന് വരും. ഇതിൽ ഈ ഒരു നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ദാറ്റ് ദ സൊല്യൂട്ട് ഡിഫ്യൂഷൻ ഇൻ എ ഡയറക്ഷൻ വിച്ച് കോൺസെൻട്രേഷൻ ഡിക്രീസ്. കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യുന്ന ആ ഒരു ലെവലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിഫ്യൂഷൻ നടക്കുന്നത്. നമ്മൾ പറഞ്ഞില്ല, ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ അതിനെ കാണിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഹയർ ലെവലിൽ നിന്ന് ലോവറിലോട്ടല്ലേ വരുന്നത്, ഹയർ കോൺസെൻട്രേഷൻ ലോവർ. അപ്പോൾ അതിനാണ് എന്ത് ചെയ്യുന്നത്, മൈനസ് വാല്യൂ ഉണ്ട് അവിടെ ആ ഒരു മീൻ കൊടുക്കുന്നത്. ഓക്കെ, മൈനസ് DC ബൈ DX കിട്ടും. ഇതെന്താണ് ഇപ്പോൾ കിട്ടിയത്, അവിടുത്തെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് C1 മൈനസ് C2 ഡിവൈഡ് ബൈ എക്സ് വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് DC ബൈ DX. മൈനസ് സൈൻ കാണിക്കുന്നത് വേറൊന്നുമല്ല, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്ത് വരുന്ന ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു റീജിയനിൽ ഓക്കെ Q എമൗണ്ട് ഓഫ് മാസ് ഉണ്ട്. ഓക്കെ, Q എമൗണ്ട് ഓഫ് മാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് ഫിക്സ്ഡ് ലോയുടെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഫിക്സ്ഡ് ലോ there will be mass Q of solid crossing an area A per second from the lower phase to the upper phase. അതായത് ഇപ്പൊ ഈ ലോവർ ഫേസിൽ നിന്ന് അപ്പർ ഫേസിലോട്ട് എന്ത് ചെയ്യുന്നു, Q എമൗണ്ട് ഓഫ് മാസ് A ഏരിയയിൽ കൂടി, ഈ ഒരു സ്ലാബിന്റെ ഏരിയ ഞാൻ A എന്ന് എടുക്കുവാണ്, ഈ ഏരിയയിൽ കൂടി എന്ത് ചെയ്യുന്നു, അറ്റ് എ ടൈം ടിയിൽ എന്ത് ചെയ്യുവാണ്, അവിടെ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീജിയനിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഇത് വേണം എന്ത് ചെയ്യാം, രണ്ട് റീജിയൻ ആയിട്ട് എടുക്കാം. ഇതിപ്പോ ഒരു വാട്ടറിന്റെ റീജിയൻ എന്നോ ഇത് നമുക്ക് വേറെ ലിക്വിഡിന്റെ റീജിയൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ലോവർ റീജിയനിൽ നിന്ന് ഹയർ റീജിയനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മുകളിലോട്ട് ഹയർ റീജിയനിൽ നിന്ന് ലോവർ റീജിയനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇത് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, Q എമൗണ്ട് ഓഫ് മാസ് ആണ് അവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഫിക്സ്ഡ് ലോ the mass Q of solute crossing an area A per second from the lower phase to the upper phase. Okay, അപ്പോൾ ലോവർ ഫേസിൽ നിന്ന് അപ്പർ ഫേസിലോട്ട് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, Q എമൗണ്ട് ഓഫ് മാസ് അവിടെ പോകുന്നുണ്ട്, വിച്ച് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് പറയുന്ന അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഈ A എന്ന് പറയുന്ന ഏരിയ ക്രോസ് സെക്ഷൻ കടന്നാണ് എന്ത് ചെയ്യുന്നത്, Q എമൗണ്ട് ഓഫ് മാസ് അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ A എന്ന് പറയുന്നത്, വിച്ച് വിൽ ബി ഇൻറ്റു C1 മൈനസ് C2 ഡിവൈഡഡ് ബൈ എക്സ്. ഇല്ല, എങ്ങനെ എഴുതാം, that is proportional to minus A into DC by DX എന്ന് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. മനസ്സിലായോ? അതായത് Q എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് മാസ്, എത്ര മാസ് പോകുന്നു, which is directly proportional to minus A into DC by DX. Okay, minus A into DC by DX. ഇതിപ്പോ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കിടക്കുവാണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാനായിട്ട് പ്രൊപ്പോർഷണാലിറ്റി കിടക്കുവാണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് കോൺസ്റ്റന്റ് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് K. ഓക്കെ, minus K into A into DC by DX. ഓക്കെ, DC by DX എന്ന് കിട്ടും. ഇതില് നമുക്ക് ഈ ഒരു K എന്ന് പറയുന്നത്, K is called coefficient of diffusion or diffusivity എന്ന് പറയും. ഓക്കെ, K is called diffusivity. എന്താ, ഓക്കെ, K is the coefficient of diffusion എന്നോ അല്ലെങ്കിൽ diffusivity നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇതില് നമുക്കിനി Q എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് m മാസ് അറ്റ് എ ടൈം ടിയിൽ മൂവ് ചെയ്യുന്നത് നമ്മൾ Q എന്ന് റെപ്രസെന്റ് ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ഈ Q നെ എങ്ങനെ എഴുതാം? നമുക്ക് വേണമെങ്കിൽ Q നെ ഇതെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? അതായത് that is Q dm/dt. അതായത് dm മാസ് അറ്റ് എ ടൈം dt യിൽ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. which is equal to minus Ka into dc by dx. Okay, dc by dx. The Fick's law states that the rate of diffusion in any direction is proportional to the concentration gradient of the solution in that direction. Okay. അപ്പോൾ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലോട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റേറ്റ് ഓഫ് ഡിഫ്യൂഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എത്രത്തോളം മാസ് ഇവിടെ പോയെന്ന് കണ്ടിരിക്കണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് മാസ് ആണ് ഈ മനസ്സിലാവുന്നത്. മാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു രണ്ട് സൊല്യൂട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സൊല്യൂട്ടിന്റെ മാസും കാണും, ആ സൊല്യൂട്ടിന്റെ മാസ് എന്ത് ചെയ്യണം മറ്റുമായിട്ടും ഇവിടെ മിക്സ് ആവപ്പെടണം. ഓക്കെ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു വാട്ടറും ഇവിടെ നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ വെക്കുന്നെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് ഒരു മാസ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ആ ഒരു മാസ് ഈ വാട്ടറിന്റെ മാസിലൂടെ മിക്സ് ആവണം. അതാണ് ആ ഒരു മാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ. അപ്പൊ എത്രത്തോളം മാസ് അവിടെ പോയി എന്ന് അറിയണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഇക്വേഷൻ മാറ്റിയാൽ മതി. ഈ ഡി എം അതിൽ ഇവിടെ എം കൊടുക്കുക. എം വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി സി ബൈ ഡി എക്സ് ഇൻറ്റു ടി എന്നിട്ട്. ഓക്കെ. അപ്പോൾ അറ്റ് എ ടൈം ടിയിൽ എത്രത്തോളം മാസ് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മാസ് ആണ് ഒരു റീജിയനിൽ മറ്റൊരു റീജിയനിൽ പോകുന്നത് ചോദിച്ചാൽ എം ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി സി ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇൻറ്റു ടി എന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നത്, ആ ഒരു റീജിയൻ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നത്. ഇനി ഈ ഒരു കെ നമ്മൾ പറഞ്ഞു ഡിഫ്യൂസിവിറ്റി ആണ്. കെയുടെ ഡയമെൻഷണൽ ഫോർമുലയാണ്. കെയുടെ ഡയമെൻഷണൽ ഫോർമുല വന്ന കെ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് വൺ. ഓക്കെ. എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് വൺ ആണ് ആ ഒരു ഡിഫ്യൂസിവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഫിക്സ്ഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ. ഫിക്സ്ഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്, ഫിക്സ്ഡ് ലോ സ്റ്റേറ്റ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻ എനി ഡയറക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓഫ് ദ സൊല്യൂട്ട് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ അവിടുത്തെ റേറ്റ് ഓഫ് ഡിഫ്യൂഷന്റെ ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഡയറക്ഷൻ എന്താണ്? ഇവിടെ പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ. അപ്പോൾ അതാണ് ഫിക്സ്ഡ് ലോ. അത് ശരിക്കും ഇവിടെ പറഞ്ഞാൽ മതി, ഈ ഒരു ക്യൂ വാല്യൂ വെച്ചിട്ട് പറഞ്ഞാലും മതിയാവും. ഇതിപ്പോ നമ്മൾ എമ്മിന്റെ കേസിലോട്ട് മാറ്റിയേ ഉള്ളൂ, ക്യൂ തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ. ക്യൂ എന്ന് പറയുന്നത് ഈ ഒരു എമ്മിന്റെ എം ബൈ ടി dm by dt, the rate of change of transfer of mass. ചേഞ്ച് ഓഫ് മാസ് അല്ല, ട്രാൻസ്ഫർ ഓഫ് മാസ്. ഒരു റീജിയനിൽ മറ്റൊരു റീജിയനിലോട്ടുള്ള ട്രാൻസ്ഫർ. ഒരിക്കലും ചേഞ്ച് വരത്തില്ല, മാസ് കുറയുന്നില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ. ട്രാൻസ്ഫർ ഫ്രം വൺ റീജിയൻ ടു അനദർ, അതാണ് dm by dt എന്ന് പറയുന്നത്. കെയുടെ കേസ് വരെ പറഞ്ഞു, കെയുടെ ഡിഫ്യൂസിവിറ്റി കേസ് വരെ പറഞ്ഞു. ഇതിൽ ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, സിലബസിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അനലോഗ്സ് ബിറ്റ്വീൻ ലിക്വിഡ് ഡിഫ്യൂഷൻ ആൻഡ് ഹീറ്റ് കണ്ടക്ഷൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫിക്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് നമ്മുടെ നോർമലി ഉണ്ടായിരുന്ന ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ, ക്യൂവിന്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ ആണ് ക്യൂവിന്റെ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തെർമൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ആൻഡ് ചാപ്റ്റർ പഠിച്ചു. ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ച ഒരു ടോപ്പിക്കാണ്. ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ. ഡി തീറ്റ ബൈ ഡി ടി ഇങ്ങനെ നമ്മൾ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഒരു അനലോഗ്സ് ആയിട്ടാണ് എന്ത് ചെയ്തത്, ഡിഫ്യൂഷന്റെ കേസ് കൊണ്ടുവന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്തെന്നാണ് പറഞ്ഞത്, ഒരു നമ്മുടെ സോളിഡിൽ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്, ഹീറ്റ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അതുപോലെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നതാണ് എന്ത് ചെയ്തത് ഫിക്സ് സയന്റിസ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു അനലോഗ്സിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് നമുക്കിപ്പോ ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു കളറിൽ എഴുതിയിരിക്കുന്നത്, ബ്ലാക്ക് ഇട്ട് എഴുതിയത് നമ്മുടെ ഹീറ്റിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ. ഹീറ്റിന്റെ ഇക്വേഷൻ, അവിടെ ക്യൂ എന്ന് വെച്ചാൽ ഹീറ്റ് ആണ്. ഓക്കെ. എത്രത്തോളം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ക്യൂ, ഓക്കെ, ഇവിടെ നമുക്കിപ്പോ ഒരു ക്യൂവിന്റെ വാല്യൂ കിട്ടി. ഇത് ക്യൂ എന്താണ്, മാസിന്റെ യൂണിറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ. മാസ് ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി സി ബൈ ഡി എക്സ്. ഓക്കെ. രണ്ട് ഇക്വേഷനും ഒരു സിമിലാരിറ്റി തോന്നില്ലേ? രണ്ടിലും എന്തുണ്ട്, ക്യൂ ഉണ്ട്, കെ ഉണ്ട്, എ ഉണ്ട്. ഇവിടെ ഡി തീറ്റ ബൈ ഡി ടി, ഇവിടെ ഡി സി ബൈ ഡി എക്സ്. ഓക്കെ. ഇത്ര മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതായത് ഇവിടെ എന്ത് ചെയ്യുവാണ്, ദർ ഇസ് ക്യൂ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. ഇവിടെ ക്യൂ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പെർ സെക്കൻഡിൽ, ഓക്കെ, പെർ സെക്കൻഡിൽ എന്ത് ചെയ്യുന്നു, എ ഏരിയയിൽ കൂടി മൂവ് ചെയ്യുന്നു. നമ്മളുടെ കണ്ടക്ഷന്റെ കേസ് പറഞ്ഞു, കണ്ടക്ഷൻ ഈ ഒരു എ ഏരിയയിലുള്ള റോഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതുവഴി ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന കേസാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു ക്യൂ ഇക്വേഷനിൽ പഠിച്ചത്. ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് കിട്ടി. ഓക്കെ. ഡി തീറ്റ ബൈ ഡി എക്സ് ആണ് കൊടുക്കാം, ഡി തീറ്റ ബൈ ഡി ടി അല്ല, ഡി എക്സ് കൊടുത്താൽ മതി. ഓക്കെ. ഡി തീറ്റ ബൈ ഡി എക്സ് കിട്ടി. അപ്പൊ ഇവിടുത്തെ കേസ് എന്താണ്, ഇവിടെയാണെങ്കിൽ നമുക്ക് ക്യൂ എമൗണ്ട് ഓഫ് മാസ് എന്ത് ചെയ്തു, മറ്റേ ഒരു എ യിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മൂവ് ചെയ്യുന്നുണ്ട്, അതാണ് വരുന്നത്. ഇവിടുത്തെ കേസിൽ കെ എന്ന് പറയുന്ന ഡിഫ്യൂസിവിറ്റി ആണ്. നമ്മുടെ ഒരു ടെമ്പറേച്ചറിന്റെ കേസിൽ, ഇവിടുത്തെ കേസിൽ എന്താണ്, അതവിടെ ഡിഫ്യൂസിവിറ്റി ആണ്. ഇവിടെ വന്ന് എന്താണ്,
ഇവിടുത്തെ ഈ K എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, തെർമൽ കണ്ടക്ടിവിറ്റിയുടെ കോഎഫിഷ്യന്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡിഫ്യൂഷന്റെ കേസിൽ ഗ്രഹാംസ് ലോയിലും അതുപോലെ തന്നെ ഫിക്സ് ലോയിലും ഉള്ളത്. ഞാനിപ്പോൾ അതിൽ അൺലൗസ് ടു ദ ലിക്വിഡ് ഡിഫ്യൂഷൻ ടു ദ ഹീറ്റ് കണ്ടക്ഷൻ, ഓക്കെ, അതുകൂടി അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കുക. ഇതിൽ ഒരു ഗ്രഹാംസ് ലോയുടെ കേസിൽ നമുക്ക് ആദ്യം ഡിഫ്യൂഷൻ എന്താ അറിഞ്ഞിരിക്കാം, അതിനുശേഷം ഗ്രഹാംസ് ലോ എങ്ങനെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഗ്രഹാംസ് ലോ എന്താണ് കണ്ടുപിടിച്ചതെന്ന് അറിയണം, എക്സ്പെരിമെന്റ് പ്രൊസീജിയർ അറിയണം, അതിന്റെ റിസൾട്ട് അറിയണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഗ്രഹാംസ് ലോ വരുന്ന എന്ത് ചെയ്യുക, അതിനുശേഷം ഫിക്സ് ലോ കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഫിക്സ് ലോ എന്ത് ചെയ്യണം, ഈ ഒരു ലോസ് ബിറ്റ്വീൻ ലിക്വിഡ് ഡിഫ്യൂഷൻ ആൻഡ് ഹീറ്റ് കണ്ടക്ഷൻ, ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് നോക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.